പകരം വയ്ക്കാനില്ലാത്തതാണ് മാതൃത്വം. എത്ര ത്യാഗങ്ങൾ സഹിച്ചാണ് ഓരോ അമ്മയും മക്കളെ പ്രസവിച്ച് വളർത്തുന്നത്. എന്നാൽ മുതിരുമ്പോൾ പല മക്കളും ഇതൊന്നും ഓർക്കാറില്ല. അമ്മമാരെ വൃദ്ധസാധനങ്ങളിലാക്കുന്നവരും കൊലക്കത്തിക്ക് ഇരയാക്കുന്നവരുമൊക്കെ നിരവധി. ഭക്ഷണം കൃത്യമായി കൊടുക്കുന്നില്ലെന്ന് ആരോപിച്ച് 17-കാരനായ മകൻ അമ്മയെ തലക്കടിച്ചു കൊന്നു. നടുക്കുന്ന ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. പ്രഭാത ഭക്ഷണം തയ്യാറാക്കാത്തതിനെ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ അമ്മയെ മകൻ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു കൊന്നു. ബംഗളൂരു KR പുരയിലാണ് നടുക്കുന്ന സംഭവം. 40-കാരിയായ നേത്രയാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം 17-കാരനായ മകൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. കോലാർ ജില്ലയിലെ മുൾബാഗൽ സ്വദേശിനിയായ 40-കാരി നേത്രയാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 7:30-യോടെ കോളേജിലേക്ക് പോകാനിറങ്ങുന്നതിനിടെ 17-കാരനായ മകൻ നേത്രയുമായി വഴക്കുണ്ടാക്കി. പ്രഭാത ഭക്ഷണം തയ്യാറാക്കാഞ്ഞതിനെ ചൊല്ലിയായിരുന്നു വഴക്ക്. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഇരുമ്പ് വടിയെടുത്ത് മകൻ നേത്രയുടെ തലക്കടിക്കുകയായിരുന്നു. അമ്മ മരിച്ചെന്ന് ഉറപ്പായതോടെ മകൻ KR പുരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. മുൾബാഗലിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് പ്രതി. തനിക്ക് വീട്ടിൽ ഒരു പരിഗണനയും ലഭിക്കാത്തതിൽ അമ്മയോട് ദേഷ്യമുണ്ടായിരുന്നതായിട്ടാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. തന്നെ നന്നായി നോക്കിയിരുന്നില്ലെന്നും ഭക്ഷണം കൃത്യമായി നൽകിയിരുന്നില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കൊലയ്ക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ബംഗളൂരു. മലപ്പുറത്ത് ഭർത്തൃവീട്ടിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന ആവശ്യവുമായി കുടുംബം. പട്ടാമ്പി വിളയൂർ സ്വദേശിനി റംഷീനയുടെ മരണത്തിലാണ് ആരോപണം. വളാഞ്ചേരി പൈങ്ങണ്ണൂർ സ്വദേശി ഫൈസലിനും കുടുംബത്തിനുമെതിരെയാണ് റംഷീനയുടെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്തുള്ളത്. കഴിഞ്ഞ മാസം 25-നാണ് റംഷീനെ ഭർത്താവ് ഫൈസലിന്റെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനാലയോട് ചേർന്നായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിമരണമാണെന്നാണ് കണ്ടെത്തിയത്. ഭർത്താവ് ഫൈസലിന്റെ പീഡനം കാരണമാണ് ആത്മഹത്യയെന്ന് റംഷീനയുടെ കുടുംബം ആരോപിക്കുന്നു. 2011-ൽ ഇവരുടെ വിവാഹത്തിന് 50 പവൻ സ്വർണം സ്ത്രീധനമായി നൽകിയിരുന്നു. ഇതിനു പുറമെ 4 ലക്ഷം രൂപയോളം പലതവണയായി നൽകി. സ്ത്രീധനം കുറവാണെന്ന് പറഞ്ഞ് ഫൈസൽ ഭാര്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് റംഷീനയുടെ സഹോദരൻ ജംഷാദ് ആരോപിക്കുന്നു. 10ഉം 5ഉം വയസ്സുള്ള 2 മക്കളെ ഓർത്ത് എല്ലാം സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പലവട്ടം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയെന്നും ജംഷാദ് പറഞ്ഞു. അധ്യാപകനായ ഫൈസലിന് സ്കൂളിലെ മറ്റൊരു അധ്യാപികയുമായി സൗഹൃദത്തിന് അപ്പുറമുള്ള ബന്ധമുള്ളത് റംഷീന കണ്ടെത്തിയതാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയത്. ഇതേ തുടർന്ന് ഫൈസൽ റംഷീനയെ മർദ്ദിച്ചിരുന്നു. കടുത്ത മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പറയുന്നു. ഒരു വർഷം കഴിഞ്ഞ ശേഷം ഇവര് ഗോൾഡ് പോരാ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മയും പിന്നെ ഇവനും പല രീതിയിലും അവരെ ടോർച്ചറിങ് ഉണ്ടായിരുന്നു, മെന്റൽ ടോർച്ചറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പല സമയങ്ങളിലായിട്ട് അവരെ ടോർച്ചറിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പല രീതിയിലും അവളെ മർദ്ദിക്കുക ഉണ്ടായിരുന്നു. കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് അസഭ്യം പറയാൻ മർദ്ദിക്കുക. അങ്ങനെ മെന്റലി അവർ വളരെ ഡിപ്രസ്ഡ് ആക്കിയിരുന്നു. കുട്ടീനെ ഫോൺ മേടിച്ചേക്കുക, വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനെ ഒരു നിരക്കും നമ്മളോട് ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. പിന്നെ ഇവനെ ഈ ഒരു പ്രേരണ നടത്തിയതിന് ഒരുപാട് കാര്യങ്ങൾക്ക് 12 ഇയേഴ്സ് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 12 വർഷമെന്ന് പറഞ്ഞു. അതിൽ 10 വർഷം അവളെ നന്നായിട്ട് അവന് ക്രൂരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനക്കത് അങ്ങനെ വേണ്ട, ബന്ധം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടീനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അവള് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ബോൾഡ് ആയിട്ടുള്ള കുട്ടീനെ ഇങ്ങനൊരു മരണത്തിലേക്ക് തള്ളിവിട്ട അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പിന്നെ ഈ കുട്ടിക്ക് ആദ്യം മുതലേ പീഡനങ്ങൾ തന്നെ. അവർ ഈ പണ്ടം പോരാ, അവരെ കുടുംബത്തിലൊക്കെ അത്ര പണ്ടുണ്ട്, ഒരുപാട് കൊടുന്നവരാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇവൻ പറഞ്ഞു, ഈ എന്താ ചെയ്തോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ, ഞാൻ പോവുക, അങ്ങനെ മരിക്കുകയാണെങ്കിൽ മരിച്ചോ അവനോട് പറഞ്ഞു എന്നാണ് പറയണത്.
അതാണ് അവൾ പറഞ്ഞത്. കുട്ടികളിപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ മരണം സംഭവിച്ചത് മുതൽ കുട്ടികൾ കംപ്ലീറ്റ് ഈ മർദ്ദനങ്ങൾക്ക് സാക്ഷികളാണ്. അപ്പോൾ അത് എവിഡൻസ് തന്നെയാണ്, അത് പ്രധാന തെളിവ് തന്നെയാണ്. കുട്ടികളുടെ മൊഴിയാണ് പ്രധാന മൊഴിയില്ല. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ ദുരൂഹത ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ ഇതാക്കുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫൈസലിനെതിരെ ആത്മഹത്യാ പ്രേരണ കേസെടുക്കണമെന്ന പരാതി പോലീസ് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്നും കുടുംബം പറയുന്നു. അധ്യാപകനായ ഫൈസലിനെ ജോലിയിൽ നിന്ന് നീക്കണമെന്നും ഇവർക്ക് ആവശ്യമുണ്ട്. ഇത്രയും മോശമായ ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അവർ കുട്ടികൾക്ക് നാളെ ഒരു മെസ്സേജ് അയക്കേണ്ട ഒരു ടീച്ചറാണ്, നല്ലൊരു മെസ്സേജ് കൊടുക്കേണ്ട ടീച്ചറാണ്. അപ്പം ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് ഒരു കുടുംബത്തിലെത്തിച്ച, മരണത്തിലേക്ക് ഈ ഒരു കുടുംബത്തിനെത്തിച്ച ഇവനെ നാളെ അവന് പഠിപ്പിക്കാൻ അവകാശമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവനക്കെതിരെ കർശനമായിട്ടുള്ള ആക്ഷൻ എടുക്കണം. ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിനകം പരാതി നൽകി. വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ. അതേസമയം ആരോപണത്തോട് ഫൈസലിന്റെ കുടുംബം പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 മലപ്പുറം. പത്തനംതിട്ടയിൽ മധ്യവയസ്കൻ വീട്ടിൽ മരിച്ച നിലയിൽ. കോന്നി വെള്ളപ്പാറ സ്വദേശി ജയപ്രസാദാണ് മരിച്ചത്. മൃതദേഹത്തിന് 1 മാസത്തോളം പഴക്കമുണ്ട്. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. കോന്നി വെള്ളപ്പാറ സ്വദേശി ജയപ്രസാദിനെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജയപ്രസാദിനെ 1 മാസമായി കാണാനില്ലെന്ന് കാട്ടി ഭാര്യ കോന്നി പോലീസിൽ പരാതി നൽകിയിരുന്നു. ജയപ്രസാദും ഭാര്യയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 6 വർഷമായി അകന്നു കഴിയുകയായിരുന്നു. 1 മാസം മുൻപ് അസുഖബാധിതനായ ജയപ്രകാശ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അന്ന് ഭാര്യയെ വിളിച്ച ശേഷമാണ് ജയപ്രസാദിനെ കാണാതായത്. ജയപ്രകാശ് താമസിച്ചിരുന്ന വീട്ടിൽ ഭാര്യ എത്തിയപ്പോഴാണ് ദുർഗന്ധം വമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വൃദ്ധയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോടുവെട്ടി കാരക്കാട്ട് പരേതനായ സരസിജന്റെ ഭാര്യ പൊന്നമ്മയെയാണ് ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പുലർച്ചെ മുതലാണ് പൊന്നമ്മയെ വീട്ടിൽ നിന്ന് കാണാതായത്. തുടർന്ന് വീട്ടുകാരും സമീപവാസികളും പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വീട്ടിൽ നിന്ന് 300 മീറ്റർ അകലെയുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊന്നമ്മയ്ക്കായി തെരച്ചിൽ നടത്തുന്നതിനിടെ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറിന് സമീപം പുതപ്പും ഊന്നുവടിയും ഒരു ടോർച്ചും സമീപവാസികൾ ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് കിണറ്റിൽ പരിശോധിച്ചതോടെയാണ് മൃതദേഹം കണ്ടെടുത്തത്. പോലീസും സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 വയനാട്. മൂന്നാറിൽ വീണ്ടും ബാലവിവാഹം. 17-കാരിയെ വിവാഹം കഴിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടലാർ ഈസ്റ്റ് സ്വദേശി എൽ രതീഷിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് എസ്റ്റേറ്റിലെ ഒരു ക്ഷേത്രത്തിൽ വച്ച് യുവാവ് വിവാഹം കഴിച്ചത്. വ്യാഴാഴ്ച ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറാണ് പ്രായപൂർത്തിയായിട്ടില്ല എന്ന സംശയം പ്രകടിപ്പിച്ചത്. ഡോക്ടർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയ ശേഷം രതീഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.
ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ റിമാൻഡ് ചെയ്തു. പെൺകുട്ടി 3 മാസം ഗർഭിണിയാണ്. പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കും. വിവാഹം നടത്തുന്നതിന് മുൻകൈയെടുത്ത 2 പേരുടെയും രക്ഷിതാക്കളും കേസിൽ പ്രതികളാകുമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ നവംബറിൽ തമിഴ്നാട് സ്വദേശിയായ 17-കാരിയെ വിവാഹം കഴിച്ച മൂന്നാർ ലക്ഷം കോളനിയിലെ 31-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 1 വർഷം മുൻപ് ഇടമലക്കുടിയിലും ബാലവിവാഹം നടന്നിരുന്നു. ന്യൂസ് 18 മൂന്നാർ. പാറ വിൽപ്പനയുടെ മറവിലെ വൻ നികുതി വെട്ടിപ്പ് വിജിലൻസ് പിടികൂടി. കോട്ടയം നെടുങ്കുന്നം റോയൽ ഗ്രാനൈറ്റ്സിലാണ് വൻ നികുതി വെട്ടിപ്പ് പിടികൂടിയത്. ഈ മാസം മാത്രം 58 ലക്ഷം രൂപ റോയൽറ്റി ഇനത്തിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. തട്ടിപ്പിൽ ജിയോളജി, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായാണ് സംശയം. കോട്ടയം നെടുംകുന്നത്തെ റോയൽ ഗ്രാനൈറ്റ്സിലാണ് വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. കോട്ടയത്തെ വിജിലൻസ് സംഘം SP VG വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് പരിശോധന നടത്തുകയും വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തുകയും ചെയ്തത്. ജനുവരി മാസം മാത്രം 58 ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് 5:45 വിജിലൻസ് സംഘം ഇവിടെ എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ 4 ലോറികൾ പോകുന്നത് കണ്ടു. പക്ഷേ ഇതിന്റെ പാസ് പരിശോധിച്ചപ്പോൾ ഈ ഒരു വാഹനത്തിന് പോലും പാസ് ഇല്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇന്നലത്തെ CCTV പരിശോധിച്ചപ്പോൾ 72 വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്നത് കണ്ടു. പക്ഷേ 3 വാഹനങ്ങൾക്ക് മാത്രമായിരുന്നു ജിയോളജി വകുപ്പിന്റെ കോമ്പസ് പാസ് ഉണ്ടായിരുന്നത് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. തുടർന്നാണ് ഈ മാസത്തെ മുഴുവൻ പരിശോധന നടത്തിയപ്പോൾ 2728 GST ബില്ലുകൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 220 പാസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്, ജിയോളജി വകുപ്പിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അതായത് അങ്ങനെയാണ് 58 ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് വിജിലൻസ് കണ്ടെത്തിയത്. എന്തായാലും പരിശോധന തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ 6 മാസത്തെ പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പുറത്തുകൂടി ലോറികളൊക്കെ പോകുന്നത് കാണുമ്പോൾ ഇത് പാസ് ഉണ്ടോ എന്ന് അറിയാറില്ല. പക്ഷെ അത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ ജിയോളജി വകുപ്പ്, പോലീസ് അല്ലെങ്കിൽ അത്തരം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെയാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഒരുപക്ഷെ മനഃപൂർവ്വം തന്നെ ഉണ്ടായിരിക്കുന്നു. അവിടെയും അഴിമതി ഉണ്ട് എന്ന സംശയമാണ് വിജിലൻസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ ജിയോളജിസ്റ്റിനെയും അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിനെയും ഒക്കെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഈ പരിശോധനയിൽ ഇന്ന് അവർ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇവരും സംശയത്തിന്റെ നിഴലിലാണ് എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഈ സാധാരണഗതിയിൽ പാറമടയിൽ നിന്ന് ഒരു ക്രഷറിലേക്ക് ഈ പാറ കൊണ്ടുപോകുമ്പോഴും അവിടെ പാസ് അനുവദിക്കേണ്ടതുണ്ട്. അങ്ങനെ പാറമടയിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ച പാസും ഈ ക്രഷറിലുള്ള പാറയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവിടെയും തട്ടിപ്പുണ്ടായതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. CI മഹേഷ് പിള്ളയും ടീമുമാണ് ആദ്യഘട്ടത്തിൽ ഈ കേന്ദ്രത്തിലെത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. തിരുവനന്തപുരം പാലോട് ബിവറേജ് വിൽപ്പനശാലയിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. കല്ലറ വെള്ളംകുടി സ്വദേശികളായ സജീർ, ബാബു, വിഷ്ണു എന്നിവരെയാണ് പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് വിൽപ്പനശാലയുടെ പൂട്ട് തകർത്ത് മോഷ്ടാക്കൾ മദ്യക്കുപ്പികൾ മോഷ്ടിച്ചത്. രണ്ട് ദിവസം മുൻപായിരുന്നു മോഷണം. പാലോട് പാണ്ഡ്യൻപാറ വനമേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിദേശ മദ്യ ഷോപ്പിലായിരുന്നു കവർച്ച. ബിവറേജ് ഔട്ട്ലെറ്റിലെത്തിയ മോഷ്ടാക്കൾ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറി. പിന്നീട് മദ്യക്കുപ്പികളും സ്ഥാപനത്തിലെ CCTV ക്യാമറയുടെ DVRും മോണിറ്ററുമടക്കം കവർന്നു. ഔട്ട്ലെറ്റിൽ നിന്ന് മോഷണം പോയ മദ്യക്കുപ്പികളുടെ എണ്ണം കണക്കാക്കാനായിട്ടില്ല.
രാവിലെ 10 മണിയോടെ ഔട്ട്ലെറ്റ് തുറക്കാൻ മാനേജർ എത്തിയപ്പോഴാണ് ഷട്ടറിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും മോഷണം പോയി. മദ്യക്കുപ്പികൾ വിതറിയിട്ട നിലയിലായിരുന്നു. മദ്യം നിലത്ത് ഒഴിച്ചു കളയുകയും ചെയ്തു. സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഉപകരണങ്ങളുടെ കേബിളുകളെല്ലാം ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു. പിന്നാലെയാണ് പാലോട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫിംഗർ പ്രിന്റ് കേന്ദ്രീകരിച്ചാണ് പ്രതികൾ പിടിയിലായത്. കല്ലറ വെള്ളാംകുടി സ്വദേശികളായ സജീർ, ബാബു, വിഷ്ണു എന്നിവരെയാണ് പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ മോഷണക്കേസിൽ ജയിലിൽ നിന്നിറങ്ങിയ പ്രതികളാണ് പിടിയിലായവർ. സജീർ പോക്സോ കേസ് ഉൾപ്പെടെ 5 കേസുകളിൽ പ്രതിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം 2.5 മാസം വനത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിൽ. ഇടുക്കി കരുണാപുരം സ്വദേശി ആടിമാക്കൽ സന്തോഷ് എന്ന ചക്രപാണി സന്തോഷിനെയാണ് കമ്പംമെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വനത്തിലെ പാറയിടുക്കൽ താമസിച്ച് വേട്ടയാടിയാണ് ഇയാൾ കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. സന്തോഷും സുഹൃത്തായ മനുവും ചേർന്ന് മറ്റൊരു സുഹൃത്തിനെ ആക്രമിക്കുകയായിരുന്നു. ഇയാളുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സന്തോഷ് തമിഴ്നാട് കിഴക്കേപ്പട്ടി വനമേഖലയിലാണ് കഴിഞ്ഞിരുന്നത്. വേട്ടയാടി പിടിക്കുന്ന ചെറുമൃഗങ്ങളും പഴങ്ങളുമായിരുന്നു ഭക്ഷണം. മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാൾ വനമേഖലയിലുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. സന്തോഷ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും വനത്തിലെ താമസവും പോലീസിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. തുടർന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് പ്രതിയെ പിടികൂടിയത്. മുമ്പും കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം ഇയാൾ വനത്തിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. വടകര താലൂക്ക് ഓഫീസ് തീവയ്പ് കേസ് കേരളത്തെ ഞെട്ടിച്ചതാണ്. ആ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടു. ഹൈദരാബാദ് സ്വദേശി നാരായൺ സതീഷിനെയാണ് വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതി വെറുതെ വിട്ടത്. മറ്റ് 3 തീവയ്പ് കേസുകളിലും ഇയാളെ പോലീസ് പ്രതി ചേർത്തിരുന്നു. ഈ കേസുകളിലും പ്രതി കുറ്റക്കാരനല്ലെന്നാണ് കോടതി കണ്ടെത്തിയത്. ഡിസംബർ 17 പുലർച്ചെയാണ് വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം തീവച്ച് നശിപ്പിച്ചത്. താലൂക്ക് ഭരണസിരാ കേന്ദ്രം കത്തിയമർന്ന് 2 വർഷം പൂർത്തിയാകുമ്പോഴാണ് കേസിലെ വിചാരണ പൂർത്തിയായത്. വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടന്നത്. താലൂക്ക് ഓഫീസ് തീവയ്പിന് തൊട്ടുമുമ്പ് DO ഓഫീസ് കെട്ടിടത്തിലെ ഓഡിറ്റോറിയം, LANH ഓഫീസ്, ഏടോടി LIC ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലും പ്രതി തീവച്ചതായാണ് പോലീസ് കണ്ടെത്തിയത്. ഈ 4 കേസുകളും ഒന്നിച്ചാണ് കോടതി പരിഗണിച്ചത്. 4 കേസുകളിലും പ്രതി ഹൈദരാബാദ് സ്വദേശി നാരായൺ സതീഷ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടു. താലൂക്ക് ഓഫീസ് കേസിൽ 23 സാക്ഷികളെയും, LANH തീവയ്പ് കേസിൽ 18 സാക്ഷികളെയും, DO ഓഫീസിൽ തീവച്ച കേസിൽ 16 സാക്ഷികളെയും, LIC ഓഫീസ് പരിസരം തീവയ്പ് കേസിൽ 15 സാക്ഷികളെയുമാണ് കോടതി വിസ്തരിച്ചത്. DDO ഓഫീസിൽ തെലുങ്കിൽ എഴുതിയ ചുമരെഴുത്തിന്റെ CD-യും LIC ഓഫീസിലെ CCTV ദൃശ്യങ്ങളുമാണ് തെളിവായി കോടതിയിൽ ഹാജരാക്കിയത്. കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രതിയുടെ വിചാരണ പൂർത്തീകരിച്ചത്. പ്രതിഭാഗത്തിനു വേണ്ടി ലീഗൽ അഡ്വക്കേറ്റ് TV സത്യപ്രസാദും പ്രോസിക്യൂഷനു വേണ്ടി KK ഷീജയുമാണ് ഹാജരായത്. 4 കേസുകളിലും പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ടുകൊണ്ട് കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. പിന്നെ മൊത്തം എനിക്ക് തോന്നുന്നത് മൊത്തം 4 കേസുകളിലായി 100-ൽ കൂടുതൽ സാക്ഷികളെ ഞാൻ വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിക്കെതിരെ ഒരു സാക്ഷിയും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന കാരണത്താലാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. പ്രതിക്കെതിരെ യാതൊരു എവിഡൻസും ഇല്ല, തെളിവുകളും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്.
CCTV റിസൾട്ട് വന്നിരിക്കുന്നത് കനോട്ട് ബി ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അതിനാലാണ് ഇത് പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത്. വടകര താലൂക്ക് ഓഫീസ് അന്നു മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന് വൻ നഷ്ടമുണ്ടായ കേസിൽ കുറ്റവാളിയെ കണ്ടെത്തി ശിക്ഷിപ്പിക്കാനാവാത്തത് പോലീസിന് തീരാക്കളങ്കമായി. ന്യൂസ് 18 വടകര. വയനാട്ടിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ കോടതി ശിക്ഷിച്ച സർക്കാർ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാതെ അധികൃതർ. വയനാട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് ആണ് ഇപ്പോഴും സർവീസിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലയിലെ SSLC വിദ്യാർത്ഥികളുടെ LD സ്ക്രീനിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഇതേ ഡോക്ടറാണ്. വയനാട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസിനെ കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ലൈംഗികാതിക്രമ കേസിൽ ശിക്ഷിച്ചത്. വയനാട് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും വിമുക്തി പദ്ധതിയുടെയും നോഡൽ ഓഫീസറായിരുന്ന ജോസ്റ്റിൻ ഫ്രാൻസിസ് കൽപ്പറ്റയിലെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് 18-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. സംഭവത്തിൽ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് 2 വർഷം തടവും 20,000 രൂപ പിഴയും വിധിച്ചു. എന്നാൽ കോടതി വിധി വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇയാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനോ വകുപ്പുതല നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. അതിനിടെ വൈത്തിരി BRCയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ SKMJ സ്കൂളിൽ നടക്കുന്ന ജില്ലയിലെ SSLC വിദ്യാർത്ഥികളുടെ LD സ്ക്രീനിംഗ് ക്യാമ്പിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയതും ഇതേ ഡോക്ടറെ. ഭരണാനുകൂല സംഘടനകളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് KGMOയെ മുൻ ജില്ലാ പ്രസിഡന്റായ പ്രതിക്ക് തുണയാകുന്നതെന്നാണ് ആരോപണം. ന്യൂസ് 18 വയനാട്. ഗോഡ്സെ അനുകൂല കമന്റിട്ട കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തു. NITയിൽ മതപരമായ ചടങ്ങ് നടത്തിയതിനെതിരെ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ മർദ്ദിച്ച സംഭവത്തിലും പോലീസ് കേസെടുത്തിരുന്നു. പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചതിന് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാർച്ച് നടത്തിയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതേസമയം വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ താൽക്കാലികമായി മരവിപ്പിച്ചു. കഴിഞ്ഞ മാസം 22-ന് കോഴിക്കോട് NIT സയൻസ് ആൻഡ് സ്പിരിച്വൽ ക്ലബ്ബ് നടത്തിയ മതപരമായ ചടങ്ങിനെതിരെ പ്രതിഷേധിച്ച 2 മലയാളി വിദ്യാർത്ഥികളെ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ മർദ്ദിച്ച സംഭവത്തിലാണ് കേസെടുത്തത്. മർദ്ദനമേറ്റ 2ാം വർഷ വിദ്യാർത്ഥി കൈലാഷ് തൊട്ടടുത്ത ദിവസം നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം കുന്നമംഗലം പോലീസ് മൊഴിയെടുത്ത ശേഷം കേസെടുത്തത്. തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തൽ, മാരകമായി പരിക്കേൽപ്പിക്കാൻ ശ്രമം തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരായ വകുപ്പുകൾ ചേർത്താണ് കേസ്. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ മറ്റൊരു വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിനെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് NITയിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥി സംഘടനകളിലെ കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയും കുന്നമംഗലം പോലീസ് കേസെടുത്തു. വൈശാഖ് പ്രേംകുമാറിന്റെ അപ്പീൽ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. അപ്പീൽ അതോറിറ്റി തീരുമാനമെടുക്കും വരെയാണ് നടപടി മരവിപ്പിച്ചത്. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് നിലവിൽ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. ന്യൂസ് 18 മുക്കം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. കരിപ്പൂർ വിമാനത്താവളത്തിൽ 3/4 കോടി രൂപയുടെ സ്വർണം പോലീസ് പിടികൂടി. UAEയിൽ നിന്ന് 1260 ഗ്രാം സ്വർണവുമായി എത്തിയ തിരൂർ സ്വദേശി റിംനാസ് ഖമർ, ഇയാളെ സ്വീകരിക്കാനെത്തിയിരുന്ന ആലത്തൂർ സ്വദേശി റിംഷാദ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 2 ലക്ഷം രൂപ വിലമതിക്കുന്ന 36 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ.
കോഴിക്കോട് ചാലിയം സ്വദേശി വലിയകത്ത മുഹമ്മദ് മുസ്തഫയെയാണ് പോലീസ് പിടികൂടിയത്. മറ്റൊരു കേസിൽ 1.5 കിലോ കഞ്ചാവുമായി മലപ്പുറം വടക്കേമണ്ണ സ്വദേശി മുഹമ്മദ് ഉബൈസും പിടിയിലായി. വയനാട് തൊണ്ടർനാട് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം പുളിയക്കോട് സ്വദേശി അബ്ദുൾ ഹക്കീമിനെയാണ് തൊണ്ടർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വയനാട് പുൽപ്പള്ളിയിൽ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി സൂക്ഷിച്ച 330 ഗ്രാം കഞ്ചാവുമായി 4 യുവാക്കൾ അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശികളായ അശ്വിൻ ബിജു, അജിൻ ജോൺ, മണിക്കടവ് എബിൻ, അമൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വയനാട് തലപ്പുഴയിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 19 വർഷത്തിന് ശേഷം പിടിയിൽ. കൊമ്മയാട് പുൽപ്പാറ വീട്ടിൽ ബിജു സെബാസ്റ്റ്യനെയാണ് തലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശാസ്താംകോട്ടയിൽ മുക്കുപണ്ടം പണയം വെച്ച 1,40,40,000 രൂപ തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. തേവരക്കര സ്വദേശി മുജീബ്, കൊല്ലം സ്വദേശിനി സബീന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ലിൽ യുവാവിന് കുത്തേറ്റു. ഏങ്ങണ്ടിയൂർ സ്വദേശി മിഥുൻ മോഹനാണ് കുത്തേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. ഈ പരിപാടി